നമസ്കാരം. ഓ ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രയ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം ഷഡശീതിതമ സർഗ 86-ാം സർഗത്തിലെ 1 തുടങ്ങി 12 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലിയിരുന്നു. ഇന്ന് 13 തുടങ്ങി 25 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം. 13-ാമത്തെ ശ്ലോകം. അസ്മിൻ പ്രവ്രാജിതേ രാജാ ന ചിരം വർദ്ധയിഷ്യതി വിധവാമേദിനി നൂനം ക്ഷിപ്രമേവ ഭവിഷ്യതി. വിനദ്യ സുമഹാനാദം ശ്രമണോ പരതാ സ്ത്രിയഃ നിർഘോഷോ വിരതോ നൂനം അദ്യ രാജനിവേശനേ. കൗസല്യാ ചൈവ രാജാ ച തഥൈവ ജനനീ മമ നാശംസേ യദി തേ സർവേ ജീവേയുശർവരീമിമാം. ജീവേദപി ച മേ മാതാ ശത്രുഘ്നസ്യ അന്വവേക്ഷയാ ദുഃഖിതായാ ഹി കൗസല്യാ വീരസൂർവിനശേഷ്യതി. അതിക്രാന്തം അതിക്രാന്തം അനവാപ്യ മനോരഥം രാജ്യേ രാമമനിക്ഷിപ്യ പിതാ മേ വിനശേഷ്യതി. സിദ്ധാർത്ഥാപിതരം വൃത്തം തസ്മിൻ കാലേ ഹ്യുപസ്ഥിതേ പ്രേതകാര്യേഷു സർവേഷു സംസ്കരിഷ്യന്തി ഭൂമിപം. രമ്യചത്വരസംസ്ഥാനാം സുവിഭക്തമഹാപഥാം ഹർമ്മ്യപ്രാസാദസമ്പന്നാം സർവരത്നവിഭൂഷിതാം. ഗജാശ്വരഥസമ്പാധാം തൂര്യനാദവിനാദിതാം സർവകല്യാണസമ്പൂർണാം ഹൃഷ്ടപുഷ്ടജനാകുലാം. ആരാമോദ്യാനസമ്പൂർണാം സമാജോത്സവശാലിനിം സുഖിതാ വിചരിഷ്യന്തി രാജധാനിം പിതൂർമമ. അപി സത്യപ്രതിജ്ഞേന സാർത്ഥം കുശലിനാ വയം നിവൃത്തേ സമയേ ഹ്യസ്മിൻ സുഖിതാ പ്രവിശേമഹി. പരിദേവയമാനസ്യ തസ്സൈവം ഹി മഹാത്മനഃ തിഷ്ഠതോ രാജപുത്രസ്യ ശർവരീ സാത്യവർത്തത. പ്രഭാതേ വിമലേ സൂര്യേ കാരയിത്വാ ജടാ ഉഭൗ അസ്മിൻ ഭാഗീരഥീതീരെ സുഖം സന്തിരിതൗ മയാ. ജടാധരൗ തൗ ദ്രുമജീരവാസസൗ മഹാബലൗ കുഞ്ജരയൂഥപോപമൗ വരേഷു ധീചാപധരൗ പരന്തപൗ വ്യവേക്ഷമാണൗ സഹ സീതയാ ഗതാ. 86-ാം സർഗത്തിലെ 13 തുടങ്ങി 25 വരെയുള്ള ശ്ലോകങ്ങളാണ് വായിച്ചത്.
ഇനി ഓരോ ശ്ലോകത്തിൻ്റെയും ഏകദേശമായ അർത്ഥമൊന്ന് നോക്കാം. അപ്പം ഗുഹൻ എത്രയൊക്കെ അപേക്ഷിച്ചിട്ടും ലക്ഷ്മണൻ വിശ്രമിക്കാൻ തയ്യാറാവുന്നില്ലല്ലോ. ജ്യേഷ്ഠൻ ഈ വെറും പുല്ലിൽ സീതയോടൊത്ത് കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് വിശ്രമിക്കുന്നതെന്നാണ് ലക്ഷ്മണൻ ചോദിക്കുന്നത്. ഗുഹൻ ലക്ഷ്മണൻ്റെ ത്യാഗത്തെയും സ്നേഹത്തെയും ഒക്കെ പറ്റി ഭരതനോട് ഉണർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഈ സമയത്തൊന്നും ദശരഥൻ മരിച്ചത് ശ്രീരാമനും ലക്ഷ്മണനും അറിയുന്നില്ല. ഭരതൻ ഇവിടെ എത്തിയാലല്ലേ രാജാവ് മരിച്ച വിവരം രാമലക്ഷ്മണന്മാർ അറിയുകയുള്ളൂ. ഇപ്പോൾ ലക്ഷ്മണൻ ഗുഹനോട് തൻ്റെ അച്ഛൻ ആദിമൂലം മരിച്ചു കാണുമെന്ന് പറയുകയാണ്. ദുഃഖം മൂലവും പശ്ചാത്താപവും ഒക്കെ മൂലം ഇപ്പോൾ എൻ്റെ അച്ഛൻ ഇഹലോകവാസം വെടിഞ്ഞു കാണുമെന്ന് സൂചിപ്പിക്കുന്നു. ലക്ഷ്മണൻ്റെ തോന്നലാണത്. 13ാമത്തെ ശ്ലോകം. അസ്മിൻ പ്രവ്രാജിതേ രാജ ന ചിരം വർദ്ധയിഷ്യതി വിധവാമെദിനി നൂനം ക്ഷിപ്രമേവ ഭവിഷ്യതി. ഇദ്ദേഹം നാട് വിട്ടുപോന്നിരിക്കെ മഹാരാജാവുണ്ടോ ഇനി അധികകാലം ജീവിച്ചിരിക്കുന്നു. മേദിനി വിധവയായി തീരുമെന്ന് തീർച്ചയാണ്. ശ്ലോകം 14. വിനദ്യസു മഹാനാദം ശ്രമണോ പരതാ സ്ത്രിയഃ നിർഘോഷാ വിരതോ നൂനം അദ്യ രാജനിവേശനേ. ശ്ലോകം 14ൻ്റെ അർത്ഥം: ഉറക്കെ കരഞ്ഞ് തളർന്ന് ശബ്ദം നഷ്ടപ്പെട്ട സ്ത്രീകളോടുകൂടി ഒച്ചയനക്കമില്ലാത്ത അവസ്ഥയിലായിരിക്കും ഇപ്പോൾ കൊട്ടാരം. ഇതൊക്കെ ലക്ഷ്മണൻ്റെ ചിന്തകളാണ്. ശ്ലോകം 15. കൗസല്യാ ചൈവ രാജാ ച തഥൈവ ജനനീ മമ നാശംസേ യദി തേ സർവേ ജീവേയുഷർവരീമിമാം. ശ്ലോകം 15ൻ്റെ അർത്ഥം: മഹാരാജാവും കൗസല്യയും എൻ്റെ അമ്മയും അപ്രകാരം എല്ലാവരും ഈ രാത്രിയെ അതിജീവിക്കയില്ലെന്ന തോന്നൽ എന്നെ വല്ലാതെ അലട്ടുന്നു. ശ്ലോകം 16. ജീവേദപി ച മേ മാതാ ശത്രുഘ്നസ്യാന്വവേക്ഷയാ ദുഃഖിതായാഹി കൗസല്യ വീരസൂർവിനിശിഷ്യതി. എൻ്റെ അമ്മ ശത്രുഘ്നനെ കരുതി വല്ല വിധവും ജീവിക്കുന്നുണ്ടാവും. വീരമാതാവായ കൗസല്യയാകട്ടെ ദുഃഖം പൊറുക്കാനാവാതെ മരിച്ചുപോകും. ശ്ലോകം 17. അതിക്രാന്തമതിക്രാന്തം അനവാപ്യ മനോരഥം രാജ്യേ രാമമനിക്ഷിപ്യ പിതാ മേ വിനിശിഷ്യതി. എല്ലാം തകർന്നു. രാമനെ രാജ്യാഭിഷിക്തനാക്കണമെന്ന മനോരഥം സാധിക്കാനാവാതെ എൻ്റെ അച്ഛൻ കാലം ചെയ്യും. ശ്ലോകം 18. സിദ്ധാർത്ഥപിതരം വൃത്തം തസ്മിൻ കാലേ ഹ്യുപസ്ഥിതേ പ്രേതകാര്യേഷു സർവേഷു സംസ്കരിഷ്യന്തി ഭൂമിപം. ആ സമയമെത്തുമ്പോൾ ഭൂമിപനായ പിതാവിന് അന്ത്യകർമ്മങ്ങളോടെ സംസ്കാരം നിർവഹിക്കുന്നവർ ചെയ്യേണ്ടതു ചെയ്തവർക്കുള്ള ചാരിതാർത്ഥ്യത നേടും. ശ്ലോകം 19, 20, 21. രമ്യചത്വരസംസ്ഥാനാം സുവിഭക്തമഹാപഥാം ഹർമ്മ്യപ്രാസാദസമ്പന്നാം സർവരത്നവിഭൂഷിതാം ഗജാശ്വരഥസമ്പാധാം തൂര്യനാദവിനാദിതാം സർവകല്യാണസമ്പൂർണാം ഹൃഷ്ടപുഷ്ടജനാകുലാം.
ആരാമോദ്യാനസമ്പൂർണ്ണാം സമാജോത്സവശാലിനിം സുഖിതാ വിചരിഷ്യന്തി രാജധാനിം പിതൂർമമാം. 19, 20, 21 ശ്ലോകങ്ങളുടെ അർത്ഥം. മനോഹരങ്ങളായ ചത്വരങ്ങളുള്ളതും നന്നായി വിഭജിക്കപ്പെട്ട രാജമാർഗങ്ങളോടുകൂടിയതും മാളികകളും ഗോപുരങ്ങളും നിറഞ്ഞതും സമസ്ത രത്നങ്ങളാൽ അലങ്കൃതമായതും ആന, തേർ, കുതിരകൾ എന്നിവ നിറഞ്ഞതും വാദ്യഘോഷങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നതും എല്ലാ മംഗലദ്രവ്യങ്ങളും നിറഞ്ഞ മികവുറ്റതും സന്തുഷ്ടരും ആരോഗ്യവാന്മാരുമായ ജനങ്ങൾ തിങ്ങിയതും ആരാമങ്ങളും ഉദ്യാനങ്ങളും നിറഞ്ഞതും ജനക്കൂട്ടം ആഘോഷിക്കുന്ന ഉത്സവങ്ങളോട് കൂടിയതുമായ പിതൃരാജധാനിയിൽ ഭാഗ്യവന്മാരായവർ വിഹരിക്കുന്നു. ശ്ലോകം 22. അഭിസത്യപ്രതിജ്ഞേന സാർത്ഥം കുശലിനാ വയം നിവൃത്തേ സമയേ ഹ്യസ്മിൻ സുഖിതാ പ്രവിശേമഹി. ശ്ലോകം 22ൻ്റെ അർത്ഥം. പറഞ്ഞ വാക്കിനിളക്കമുണ്ടാക്കാത്ത ഇദ്ദേഹം പ്രതിജ്ഞ നിറവേറ്റിയ ശേഷം ഞങ്ങളും സന്തുഷ്ടരായി ആ രാജധാനിയിലേക്ക് എത്തിച്ചേരുമോ? രാമൻ പ്രതിജ്ഞ നിറവേറ്റിയ ശേഷം ഞങ്ങൾ രണ്ടുപേരും ഇനിയും രാജധാനിയിൽ എത്തിച്ചേരുമോ എന്ന് സംശയിക്കുകയാണ്. ശ്ലോകം 23. പരിദേവയമാനസ്യ തസ്യൈവം ഹി മഹാത്മനഃ തിഷ്ഠതോ രാജപുത്രസ്യ ശർവരീ സത്യവർത്തത. ശ്ലോകം 23ൻ്റെ അർത്ഥം. മഹാത്മാവായ അദ്ദേഹം ഇപ്രകാരം പരിദേവനം ചെയ്തുകൊണ്ടിരുന്ന രാത്രി കഴിച്ചുകൂട്ടി. ശ്ലോകം 24. പ്രഭാതേ വിമലേ സൂര്യേ കാരയിത്വാ ജടാ ഉഭൗ അസ്മിൻ ഭാഗീരഥീ തീരെ സുഖം സന്തരിതൗ മയാ. ശ്ലോകം 24ൻ്റെ അർത്ഥം. പിറ്റേന്ന് പ്രഭാതം തെളിഞ്ഞപ്പോൾ രണ്ടുപേരും ഈ ഭാഗീരഥി തീരത്ത് വെച്ച് മുടി ജട കെട്ടിച്ചു കൊടുത്ത് ഞാൻ ആ നദി കടത്തിക്കൊടുത്തു. നടന്ന സംഭവങ്ങളെല്ലാം ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അവസാനം ഗുഹൻ ഈ ഭാഗീരഥി തീരത്ത് വെച്ച് അവർക്ക് ജട കെട്ടി കൊടുത്തുകൊണ്ട് നദി അക്കരെ കടത്തിവിട്ടു എന്ന് പറയുകയാണ്. ശ്ലോകം 25. ജടാധരൗ തൗ ദ്രുമജീരവാസസൗ മഹാബലൗ കുഞ്ജരയൂഥപോപമൗ വീരേഷു ചാപധരൗ വരന്തവൗ വിവേക്ഷമാണൗ സഹ സീതയാ ഗതൗ. 86-ാം സർഗത്തിലെ അവസാനത്തെ ശ്ലോകം 25-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. ജഡധരിച്ചവരും മരവിരി ചുറ്റിയവരും ആനത്തലവന്മാരെ പോലെ ബലവാന്മാരും നിറഞ്ഞ് ശ്രേഷ്ഠരായ ആവനാഴിയും വില്ലും ധരിച്ചവരും ശത്രുജയന്മാരും അന്യോന്യം കാക്കുന്നവരുമായ അവർ രണ്ടുപേരും സീതയോടുകൂടി യാത്രയായി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.